ചെറുകഥ അറിവിന്റെ നേർവഴി. രചന അവതരണം ബിനു പേരയം. അറിവിന്റെ നേർവഴി. പാടത്ത് വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന അച്ഛനാണ് പാവ് വാങ്ങി നൽകിയതെന്ന് അമ്മ പറഞ്ഞപ്പോഴും കുട്ടിക്കാലത്ത് പോലും സിദ്ധു അത് വിശ്വസിച്ചിരുന്നില്ല. അച്ഛന്റെ വിയർപ്പിന്റെ മണം അന്നേ അവൻ വെറുത്തിരുന്നു. ജോലി കഴിഞ്ഞു വരുന്ന അച്ഛന്റെ രോമാവൃതമായ നെഞ്ചിൽ നിന്നും ഇറ്റുവീഴുന്ന നീർത്തുള്ളികളെ സിദ്ധുവിന് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാവാം അച്ഛൻ വാങ്ങിക്കൊണ്ടുവരുന്ന പലഹാരപ്പൊതികൾ വാങ്ങാതെ അവൻ ഓടിമറഞ്ഞത്. വൈകിയ വേളയിലും ജോലി കഴിഞ്ഞു വരുന്ന ആ പിതൃഹൃദയത്തിന് തന്റെ പൊന്നോമന പുത്രനെ ഒന്ന് വാരിയെടുത്ത് ഉമ്മ വയ്ക്കണമെന്നുണ്ടെങ്കിലും പലപ്പോഴും മകന്റെ തിരിഞ്ഞോട്ടം അതിന് തടസ്സമായിരുന്നു. പട്ടണത്തിലെ ഉയർന്ന സ്കൂൾ പഠിക്കുമ്പോഴും അമ്മ അവിടേക്ക് ചെല്ലുന്നതാണ് സിദ്ധുവിന് ഏറെ പ്രിയം. കാരണം അമ്മ വില കൂടിയതും ഭംഗിയുള്ളതുമായ വസ്ത്രങ്ങളും മേക്കപ്പും ഉപയോഗിക്കുന്നു. സിദ്ധുവിന് കുട്ടിക്കാലം മുതൽ കൃഷിക്കാരനായ അച്ഛനോട് അപമതിപ്പ് തോന്നിയെങ്കിലും പ്രായമായിട്ടും വയലോരങ്ങളിൽ പണിയെടുക്കുന്ന അച്ഛൻ സിദ്ധുവിന്റെ എല്ലാവിധമായ പഠനകാര്യങ്ങളും മറ്റും ഒരു മുടക്കവും കൂടാതെ നിറവേറ്റി പോന്നിരുന്നു. ഇക്കാലത്ത് ഫോൺ ഇല്ല എന്നുള്ളത് അച്ഛനോട് എതിർപ്പ് കൂടാനും മുന്തിയ ഫോൺ ഉപയോഗിക്കുന്ന അമ്മയോട് മതിപ്പ് കൂടാനും സിദ്ധുവിനൊരു കാരണമായി. സ്കൂളിലേക്ക് എന്ത് പരിപാടിക്കും അച്ഛനെ ഒഴിവാക്കി അമ്മയെ കൊണ്ടുപോകാനും സിദ്ധു തിടുക്കം കാട്ടുമായിരുന്നു. അമ്മയ്ക്ക് ഡിജിറ്റൽ ഫോണിന്റെ എല്ലാവിധമായ വർക്കുകളും പറഞ്ഞുകൊടുത്ത് സിദ്ധു അമ്മയെ മോഡേണാക്കുകയായിരുന്നു. ഒരു ദിവസം സിദ്ധുവിന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു സന്ദേശമെത്തി. തന്റെ പഴയ സഹപാഠികൾ സ്കൂളിൽ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നു എന്ന്. ആഘോഷ പരിപാടികൾക്കൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ലായിരുന്ന സിദ്ധുവിന്റെ അമ്മ ആ സന്ദേശം അവഗണിച്ചു. ഫോണിലേക്ക് ആ അറിയിപ്പ് വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. നൂതന സാങ്കേതിക വിദ്യകളിലും മറ്റ് പരിപാടികളിലും സ്കൂൾ ആഘോഷങ്ങളിലും ഒട്ടുമേ താല്പര്യവും പരിചയവുമില്ലാതിരുന്ന സിദ്ധുവിന്റെ അച്ഛൻ അതിന് പ്രത്യേക അഭിപ്രായമൊന്നുമേ പറഞ്ഞില്ല. പക്ഷേ സിദ്ധു വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൻ മുൻകൈയെടുത്ത് നിർബന്ധിച്ച് ഒടുവിൽ അമ്മ സമ്മതം മൂളി. യാത്രയ്ക്കായി തന്റെ ജോലിയുടെ 2 ദിവസത്തെ ശമ്പളം മുൻകൂറായി വാങ്ങി സിദ്ധുവിന്റെ അച്ഛൻ വസ്ത്രങ്ങളെല്ലാം വാങ്ങി വന്നു. നരച്ച മീശയും കറുത്തു മെരിഞ്ഞ ശരീരവുമുള്ള അച്ഛൻ ചെല്ലുന്നതിനോട് സിദ്ധുവിന് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അത് കാലേ കൂട്ടി മനസ്സിലാക്കി സിദ്ധുവിന്റെ അച്ഛൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി തന്റെ മകന്റെ സന്തോഷത്തിന് വഴിയൊരുക്കി. സ്കൂൾ ആഘോഷങ്ങൾ വളരെ ഭംഗിയായി നടന്നു. ഒത്തിരി ആൾക്കാർ കുട്ടികൾ സമേതമുണ്ടായിരുന്നു. സിദ്ധുവിന് സന്തോഷമായി. സന്തോഷത്തിന്റെ പെരുമ പിറ്റേ ദിവസം സ്കൂളിൽ വർണ്ണിക്കാനും സിദ്ധു മറന്നില്ല. ദിവസങ്ങൾ കടന്നുപോയി. സിദ്ധുവിന്റെ അമ്മ പതിവിനും വ്യത്യസ്തമായി എപ്പോഴും ഫോണിൽ സംസാരിക്കുന്നു. സിദ്ധുവിന്റെയോ തന്റെ ഭർത്താവിന്റെയോ മറ്റ് വീട്ടുകാര്യങ്ങളിലോ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നില്ല. ജോലി കഴിഞ്ഞ് മടങ്ങി വരുന്ന സിദ്ധുവിന്റെ അച്ഛൻ തന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റം ശ്രദ്ധിച്ചുവെങ്കിലും അത്ര കാര്യമാക്കിയില്ല. അന്നൊരു ബുധനാഴ്ച പുലർച്ചെ വിളിച്ചുണർത്താറുള്ള സിദ്ധുവിന്റെ അമ്മ അന്ന് വിളിച്ചില്ല. പതിവിലും വൈകി സിദ്ധുവിന്റെ അച്ഛൻ ഉണർന്നു. സിദ്ധുവിന്റെ അമ്മയെ കാണുന്നില്ല. അടുക്കളയിലും വീട്ടിന്റെ മുൻവശത്തും നോക്കി. അവിടെയും കാണുന്നില്ല. റൂമിന്റെ അകത്തേക്ക് കയറി. അത് അലമാര തുറന്നു കിടക്കുന്നു. തൊട്ടടുത്ത് കിടക്കുന്ന മേശപ്പുറത്തൊരു കടലാസ് മടക്കി വെച്ചിട്ടുണ്ട്. സിദ്ധുവിന്റെ അച്ഛൻ അതെടുത്ത് വായിച്ചു. ഞാൻ പോകുന്നു. എന്നോടൊപ്പം കോളേജിൽ പഠിച്ച സുമേഷിനോടൊപ്പം. സിദ്ധുവിനെ നല്ലോണം നോക്കണം. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്ത് ചെയ്യണമെന്നറിയാതെ ആ കടലാസുമായി അച്ഛൻ സിദ്ധുവിന്റെ അടുത്തിരുന്നു. ആ പിതാവിന് തന്റെ മകനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരയണമെന്നുണ്ട്. എന്നാൽ തന്റെ ശരീരത്തെയും വിയർപ്പിനെയും വെറുക്കുന്ന അവൻ കൂടി തന്നെ വിട്ടുപോയാൽ എന്ത് ചെയ്യും? ആ പിതാവിന്റെ ഹൃദയം തേങ്ങി. നേരം പുലർന്നു. സിദ്ധു എഴുന്നേറ്റു. തന്റെ കണ്ണുകൾ ഇമ വെട്ടി കണ്ണുനീരൊഴുകുന്നത് മകൻ കാണാതെ അച്ഛൻ ആ കത്ത് സിദ്ധുവിന് നേരെ നീട്ടി. സിദ്ധു അത് വാങ്ങി വായിച്ചു. കുറേ നേരം അച്ഛന്റെ മുന്നിലിരുന്ന് കുറ്റബോധത്താൽ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ ദേഹത്തേക്ക് അവൻ അണയുമ്പോൾ എന്നും വിയർപ്പിന്റെ മണമുള്ള ഈ നെഞ്ചാണ് സത്യമെന്ന് സിദ്ധു മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു.